ഹലോ ഡിയേഴ്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഫ്ലവർ കൂൺ വെറ്റിച്ചതാണ്. ബട്ടൺ കൂനല്ല. അതിനായി 2 ഉള്ളി അരിഞ്ഞത്, ഒരു പൊടി മുരിങ്ങ എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇട്ട ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലവർ കൂൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് മീൻ വെറ്റിച്ചതിൻ്റെ ഫീലൊക്കെ തോന്നും കഴിക്കുമ്പോൾ. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലവർ കൂനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 1/2 സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എരിവുള്ള മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ വെള്ളം ഊറി വരും. അതുകൊണ്ട് വെള്ളം ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് സിമ്മിലോട്ട് വെച്ച് 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച മുരിങ്ങയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങയില ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മഷ്റൂമിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അവരത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. മഷ്റൂമിൻ്റെ ടേസ്റ്റുള്ള കാരണം കൊണ്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.